ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനൊക്കെ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നമ്മൾ പാം ക്രാഫ്റ്റിൻ്റെ ഒരു ബാക്കപ്പ് ചാനൽ കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പാം ക്രാഫ്റ്റ് ഷോർട്സ് ആണ്. അപ്പോൾ അതിൽ മെയിനായിട്ട് ക്രാഫ്റ്റിൻ്റെയും അതുപോലെ ബോട്ടിൽ ആർട്സിൻ്റെ ഒക്കെ ഷോർട്ട് വീഡിയോ ആയിരിക്കും കേട്ടോ വരിക. അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവരും അവിടെ വന്നിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് നമ്മളൊരു ഈസ്റ്റർ സ്പെഷ്യൽ ക്രാഫ്റ്റ് ആണ് കേട്ടോ ചെയ്യാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് എഗ്ഷെൽസ് വേണം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ മുഴുവനായിട്ടുള്ള എഗ്ഗിൻ്റെ ഷെൽസും വേണം. അതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മൾ ഇങ്ങനെ പകുതിയാക്കിയിട്ടുള്ള ടൈപ്പ് കുറച്ച് എഗ്ഷെൽസും വേണം കേട്ടോ. സാധാരണ ഈസ്റ്റർ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഈസ്റ്റർ എഗ്ഗ് റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങിക്കുകയാണ് ചെയ്യുക. ഓൺലൈനിലൊക്കെ വാങ്ങിക്കാനുണ്ട്, നല്ല റേറ്റും ഉണ്ട്. പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ വേറൊരു മെത്തേഡ്, നമ്മൾ എഗ്ഗ് ഇങ്ങനെ ബോയിൽ ചെയ്ത് വെച്ചിട്ട് പിന്നെ വിനാഗിരിയിലൊക്കെ ഒരു ദിവസം ഇട്ട് വെക്കുമ്പം അതിൽ ആ എഗ്ഗ് വൈറ്റും എഗ്ഗ് യോക്കൊക്കെ ഇങ്ങനെ ഒന്നും ഇല്ലാതായി പോകുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയൊന്നുമല്ല, ഞാൻ വേറൊരു സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് ചെയ്തെടുത്തിട്ടുള്ളത്. എഗ്ഷെല്ലിൻ്റെ ആ ഒരു വേസ്റ്റ് മാത്രം എടുത്തിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ അവസാനം വരെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഈ പകുതിയായിട്ടുള്ള ടൈപ്പ് എഗ്ഷെൽസ് ഒക്കെ ഒന്ന് ഇങ്ങനെ കളർ അടിച്ചു കൊടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആക്രിലിക് പെയിൻറ്റ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ ബ്ലൂ കളർ അടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 2 ഷെൽസ് ഞാൻ ബ്ലൂ കളർ, പിന്നെ കുറച്ചൊരു വലിയൊരു ഷെല്ലായതുകൊണ്ട് തന്നെ പിങ്ക് കളർ ഞാൻ ഒരു ഷെല്ലിലാണ് പെയിൻറ്റ് അടിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരുപാട് ഇങ്ങനെ പെയിൻറ്റ് അടിച്ച് വേസ്റ്റ് ആയിട്ട് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് പെയിൻറ്റ് അടിക്കാമല്ലോ. അപ്പോൾ പിന്നെ അതുപോലെ പർപ്പിൾ കളർ, ബ്ലൂ കളർ, പിന്നെ ഒരു ലൈറ്റ് പിങ്ക്, പിന്നെ ഗ്രീന്, സാപ്പ് ഗ്രീന്. അപ്പോൾ അങ്ങനെയൊക്കെ ഞാനിങ്ങനെ കുറച്ച് പെയിൻറ്റ് അടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ പെയിൻറ്റ് അടിച്ച് വെച്ചിട്ടുള്ള ഓരോ ഷെൽസും ഇങ്ങനെ നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസായിട്ടൊന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ചെറുതും ഒരുപാട് വലുതും അല്ല. അപ്പോൾ അങ്ങനെ ഒരു മീഡിയം സൈസിൽ ഇങ്ങനെ കുറച്ച് കട്ട് ചെയ്തിട്ട് റെഡിയാക്കി എടുക്കുകയാണ്. നമ്മളെല്ലാം കൂടെ ഇങ്ങനെ മിക്സ് ചെയ്യേണ്ട, ഓരോ കളേഴ്സും നമ്മളിങ്ങനെ വേറെ വേറെ ആക്കിയിട്ട് ഇങ്ങനെ റെഡിയാക്കി വെക്കുക കേട്ടോ. കട്ട് ചെയ്തിട്ട് നമ്മൾ പേൾ കളേഴ്സാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഗ്ലൈസിങ് ഒക്കെ കിട്ടും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് കളറാണ് ഉള്ളതെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ പെയിൻറ്റ് ചെയ്യാത്ത 1-2 എഗ്ഷെൽസും കൂടെ നമുക്ക് വേണം, ആ ഒരു വൈറ്റ് കളർ തന്നെ. അപ്പോൾ അങ്ങനെയും കൂടെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ മുഴുവനായിട്ടുള്ള എഗ്ഷെൽസ് ആണ്. അപ്പോൾ നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും, ആകെ ഇതിൽ 2 ഹോൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാൻ ഇതിലുള്ള എഗ്ഗ് വൈറ്റും എഗ്ഗ് യോക്കൊക്കെ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഫ്രഷ് ആയിട്ടുള്ള എഗ്ഗ് തന്നെ എടുക്കുക കേട്ടോ. ബോയിൽ ചെയ്യാത്ത ഫ്രഷ് ആയിട്ടുള്ള എഗ്ഗ് തന്നെ എടുത്തിട്ട് അതിൻ്റെ 2 ടിപ്പിലും നമ്മളിങ്ങനെ ഓരോ കുഞ്ഞു ഹോൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. കത്തിയുടെ ടിപ്പോ അല്ലെങ്കിൽ ഒരു കമ്പിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഹോളിൽ നിന്ന് ശക്തിയായിട്ട് നമ്മളിങ്ങനെ ഊതി കൊടുക്കുന്ന സമയത്ത് ആ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഹോളിൽ കൂടെ ആ എഗ്ഗ് വൈറ്റും എഗ്ഗ് യോക്കും ഒക്കെ നമുക്കിങ്ങനെ കിട്ടും. അപ്പം നമ്മൾ താഴെ ഒരു പാത്രം വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ആ എഗ്ഗ് വൈറ്റും എഗ്ഗ് യോക്കൊക്കെ ആ ഒരു ബൗളിലേക്ക് ഇങ്ങനെ കിട്ടും കേട്ടോ. അപ്പം നമുക്കത് യൂസ് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വലിയ ഹോളൊന്നും ഇല്ലാതെ ഒരു എഗ്ഷെൽസ് നമുക്ക് മുഴുവനായിട്ട് കിട്ടും ചെയ്യും, നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. കുറച്ച് എഗ്ഷെൽസ് ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതിലെ ഒരു എഗ്ഷെൽ എടുത്തിട്ട് ഇങ്ങനെ ഇതുപോലെ ഞാൻ ലൈറ്റ് ബ്ലൂ കളറൊന്നിങ്ങനെ ഫുള്ളായിട്ട് അടിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഞാനതൊന്ന് ഡ്രൈ ആക്കാൻ വെക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് വേറൊരു ഷെല്ലാണ്. അപ്പോൾ അതിന് ഞാനിങ്ങനെ പെയിൻറ്റ് അടിച്ച് കൊടുക്കുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാനിങ്ങനെ ഒന്ന് ഫെവിക്കോൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് ലൈറ്റായിട്ട് ഇങ്ങനെ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് നമ്മളിങ്ങനെ ഒന്ന് ബ്രഷോ അല്ലെങ്കിൽ നമ്മളെ കൈ കൊണ്ടോ ഇങ്ങനെ ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളിങ്ങനെ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഷെൽസ് ഉണ്ടല്ലോ, അപ്പോൾ അതിങ്ങനെ നമ്മൾ ഓരോന്നായിട്ടൊന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതുപോലെ നമ്മൾ ഈ എഗ്ഷെൽസ് ഇങ്ങനെ ഒട്ടിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ അധികം അടുത്തടുത്തായിട്ട് ഒട്ടിക്കാതെ ഇങ്ങനെ ആ ഒരു വൈറ്റ് കളർ ഇങ്ങനെ കാണുന്ന രീതിയിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഒട്ടിക്കുക കേട്ടോ. അപ്പോഴായിരിക്കും നല്ലൊരു ഭംഗി ഉണ്ടാവുക. അടുത്തടുത്തായിട്ട് ഒട്ടിക്കുമ്പോൾ നമ്മൾ ആ ഒരു വൈറ്റ് എഗ്ഷെൽ ഇങ്ങനെ കാണൂലല്ലോ, അപ്പോൾ അത്രയ്ക്കൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്യാപ്പ് വിട്ട് ഒട്ടിക്കുക. അതുപോലെ തന്നെ ഇങ്ങനെ വലുത് മാത്രം ഒട്ടിക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ചെറിയ പീസൊക്കെ ഇങ്ങനെ വെച്ച് ഒട്ടിച്ചിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഒരു സൈഡ് മുഴുവനായിട്ടൊന്ന് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ തന്നെ ഇങ്ങനെ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് ബോട്ടിൽ ഒട്ടിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല. ബോട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒട്ടിക്കുമ്പോൾ ഇങ്ങനെ ചില ഭാഗത്തൊക്കെ ഇങ്ങനെ പൊങ്ങിയിരിക്കുകയാണെങ്കിൽ നമുക്കതിങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ പീസാക്കിയിട്ട് അവിടെ ഒട്ടിക്കാം. അപ്പോൾ അതുപോലെ നമ്മളിത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു എഗ്ഷെല്ല് പൊട്ടിപ്പോകും. അപ്പോൾ നമ്മൾ ആ സ്ഥലത്ത് നമ്മൾ ഒട്ടിക്കുന്നതിൻ്റെ മുമ്പ് ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് പൊങ്ങിയിരിക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം നമ്മൾ അവിടെ ഒട്ടിക്കുക കേട്ടോ. അല്ലാത്ത കുഞ്ഞു കുഞ്ഞു പീസ് നമ്മൾ വെച്ചിട്ട് ഒട്ടിക്കാം. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള 2 ഹോൾ ഉണ്ടാവുമല്ലോ, നമ്മൾ ആ ഒരു എഗ് വൈറ്റ് എഗ് യോക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നമ്മൾ ഇതുപോലെ തന്നെ ഇങ്ങനെ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് കുറച്ചൊരു വലിയൊരു എഗ്ഷെൽ എടുത്തിട്ട് ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് തന്നെ നോക്കിയാൽ അത് എവിടെയാണ് നമ്മൾ ഹോൾ ഉണ്ടാക്കിയെന്ന് മനസ്സിലാവില്ല, അത്രയ്ക്കും നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമ്മളെ കയ്യിലുള്ള ഓരോ കളേഴ്സ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇതുപോലെ ഒട്ടിച്ച് റെഡിയാക്കി എടുക്കുകയാണ്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഓരോ എഗ്ഷെല്ലിൽ ഇങ്ങനെ ഓരോ കളറല്ല, അങ്ങനെ ഒരുപാട് കളേഴ്സായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഒരു 2 കളേഴ്സ് വേണമെങ്കിൽ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഡിസൈൻ പോലെ ഒട്ടിച്ചെടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം. ഞാനിതിങ്ങനെ അല്ലാതെ ഇങ്ങനെ ഓരോ കളേഴ്സായിട്ടുള്ള ഓരോ എഗ്ഷെല്ലായിട്ട് തന്നെയാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്.
പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മളിങ്ങനെ 2 കുഞ്ഞു ഹോൾ മാത്രം ഉണ്ടാക്കിയിട്ട് എഗ് വൈറ്റും എഗ് യോക്കും എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതെങ്ങനെ ക്ലീൻ ചെയ്യാന്നുള്ളത് ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ആ ഒരു എഗ് ഷെൽ ഉണ്ടല്ലോ, നമ്മൾ എഗ് വൈറ്റൊക്കെ എടുത്ത് മാറ്റിയിട്ടില്ല, ആ ഒരു എഗ് ഷെല്ല് നമ്മളിങ്ങനെ ഒരു ബൗളിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ താഴെ അങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമുക്കൊരു ഇങ്ങനെ ബബിൾസ് വരുമല്ലോ, നമ്മൾ ഈ ബോട്ടിലൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്ന സമയത്ത്. അപ്പോൾ അതുപോലെ ഇങ്ങനെ ബബിൾസ് വന്നിട്ട് അതിലേക്ക് വെള്ളം ഇങ്ങനെ ഫില്ലാകുന്ന സമയത്ത് പിന്നെ നമ്മൾ നന്നായിട്ടൊന്നിങ്ങനെ ഷെയ്ക്ക് ചെയ്തിട്ട് ആ ഒരു വെള്ളം ഒന്നിങ്ങനെ ഒഴിവാക്കി എടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ നന്നായിട്ടൊന്നിങ്ങനെ ഡ്രൈ ആക്കി എടുത്താൽ മതി. അങ്ങനെ നമ്മൾ കളർ ചെയ്ത് വെച്ചിട്ടുള്ള എക്സൽ ഉപയോഗിച്ചിട്ട് 3 ഈസ്റ്റർ എഗ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ബേസ് കോട്ടായിട്ട് നമ്മൾ ബ്ലൂ കളർ അടിച്ചിട്ടുണ്ടായിരുന്ന എക്സലാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത് ഇതുപോലെ കളർ ചെയ്യാത്ത എക്സലാണ് കേട്ടോ. എനിക്ക് ഈ ബ്ലൂ കളറിൽ ഇങ്ങനെ വൈറ്റ് ഒട്ടിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു നമ്മൾ നേരത്തെ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് ചെയ്തിട്ടുള്ളതിൽ കളർ ഒട്ടിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ഭംഗി ഇതാണ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അതും കൂടെ നമ്മളിങ്ങനെ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിവിടെ എല്ലാ എക്സെല്ലും തന്നെ വെച്ചിട്ട് ഒട്ടിച്ച് ഡെക്കറേറ്റ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് ഇത് ഡ്രൈ ആയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. നല്ലൊരു ക്യൂട്ട് കളേഴ്സൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്. നമ്മളിതിൽ ഒരു 6 എണ്ണം നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് വൈറ്റ് എക്സെല്ലിൽ ഇങ്ങനെ കളർ ചെയ്തിട്ടുള്ള എക്സെല്ലിൽ ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടാണ്. പിന്നെ ഒന്ന് നമ്മൾ ചെയ്തത് ബേസ് കോട്ടായിട്ട് നമ്മൾ കളർ അടിച്ചിട്ട് പിന്നെ വൈറ്റ് എക്സെല്ലിൽ വെച്ച് ഒട്ടിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 2 രീതിയിലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിന് നല്ലൊരു ഗ്ലൈസിംഗ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ കുറച്ച് ഒരു വാർണിഷോ എന്തെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്യണം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ പിക്ചർ വാർണിഷ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫെവിക്കോൾ ഇങ്ങനെ വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്നിങ്ങനെ 2:1 റേഷ്യോയിൽ ഒന്നിങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒന്നിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നല്ലൊരു ഗ്ലൈസിംഗും കിട്ടും. പിന്നെ ആ ഒരു എക്സലൊന്നും ഒരിക്കലും ഇളകി പോവില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പിക്ചർ വാർണിഷ് ഉണ്ടെങ്കിൽ അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ല. ഇനിയിപ്പോൾ വുഡ് വാർണിഷ് എൻ്റെ കയ്യിലുണ്ട്. അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു യെല്ലോയിഷ് കളറൊക്കെ ആയിട്ട് ചിലപ്പോൾ ഇതിൻ്റെ ഒരു ഭംഗി പോകും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത്. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാം ഇതുപോലെ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്നിങ്ങനെ ഡ്രൈ ആക്കി എടുക്കുകയാണ്. എനിക്ക് ഈസ്റ്റർ ക്രാഫ്റ്റ് ചെയ്യുമോ അതുപോലെ ഈസ്റ്റർ എഗ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട് കമൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ഇങ്ങനെ എക്സെല്ലിൽ വെച്ച് ചെയ്തിട്ടുള്ള എക്സെല്ലിൻ്റെ ക്രാഫ്റ്റ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ പക്ഷേ ഈ ബോട്ടിലൊക്കെ ചെയ്യുന്ന ആ ഒരു രീതിയിലൊന്നും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ആദ്യം. അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ പല കളേഴ്സ് ഇങ്ങനെ എക്സെല്ലിൽ വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതായിരുന്നു. അപ്പോൾ അത് സക്സസ് ആയപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ ട്രൈ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ 7 എണ്ണം ഇങ്ങനെ നന്നായിട്ട് ഡ്രൈ ആയിട്ടൊക്കെ ഉണ്ട്. ആ ഒരു ഫെവിക്കോളൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഇനി ഇത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കുഞ്ഞ് സ്റ്റാൻഡ് പോലെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എക്കാർട്ടനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ നല്ലൊരു പിങ്ക് കളർ എക്കാർട്ടൻ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അപ്പോൾ അതാണ് ഞാൻ ഇവിടെ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിൽ വേറൊരു വൈറ്റ് കളർ ഉണ്ടായിരുന്നു. അത് അത്ര കളറൊന്നുമില്ല, ചീത്തയായി പോയിട്ടുണ്ട്. പക്ഷേ അതാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 6 എക്സെല്ലിൽ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് 7 ഈസ്റ്റർ എഗ് ആണ്. അപ്പോൾ അത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടെ ഒരു ലെങ്ത് ഉള്ളത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇതൊന്നിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഞാൻ പക്ഷേ ഇങ്ങനെ എക്കാർട്ടനില്ലേ ഭയങ്കര ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചു. പക്ഷേ കട്ട് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ. സീസേഴ്സ് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കീറി പോകുമായിരുന്നു. പിന്നെ എൻ്റെ കയ്യിലുള്ള പേപ്പർ കട്ടർ യൂസ് ചെയ്തിട്ട് ഞാൻ കട്ട് ചെയ്തു. പക്ഷേ അത് ലാസ്റ്റ് അതിൻ്റെ ആ ഒരു ബ്ലേഡ് തന്നെ മുറിഞ്ഞു പോവുകയാണ് ചെയ്തത്. കാരണം ഈ എക്കാർട്ടൻ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ചുളിവുകളൊക്കെ വന്നിട്ട് പിന്നെ കുറച്ച് കട്ടിയിലൊക്കെ ഉണ്ടാകും. അപ്പോൾ ആ ഭാഗത്ത് വെച്ചിട്ട് അതിങ്ങനെ കട്ടായിട്ട് പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര പാടായിരുന്നു അത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ കട്ട് ചെയ്യാത്ത എൻ്റെ കയ്യിലുള്ള പീസാണെങ്കിൽ നമുക്ക് മുഴുവനായിട്ടും ഇങ്ങനെ അതിൽ വെക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഒരുവിധം ഇങ്ങനെ 8 എണ്ണുള്ളതൊന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സൈഡൊക്കെ ഞാൻ സിസേഴ്സ് തന്നെ ഉപയോഗിച്ചിട്ടൊന്ന് ഇങ്ങനെ നീറ്റാക്കി എടുത്തു കേട്ടോ. പിന്നെ ഇത് നല്ലൊരു പിങ്ക് കളർ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിന് കളറൊന്നും അടിക്കുന്നില്ല. ഇനി അല്ലാതെ നമ്മൾ ഈ വൈറ്റൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നല്ല കളേഴ്സൊക്കെ ഒന്ന് അടിച്ചു കൊടുത്തിട്ട് നമുക്ക് റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ഞാൻ ഇതിലേക്ക് തന്നെയാണ് ഈ ഒരു ട്രേ തന്നെ ചെയ്തിട്ട് ഇതിലാണ് ഞാൻ ഈ ഒരു എക്സെല്ലൊക്കെ ഇങ്ങനെ വെക്കുന്നത് കേട്ടോ. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കുഞ്ഞ് നല്ല ബൗളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്ത് എടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഈസ്റ്റർ എഗ്ഗൊക്കെ നമ്മളൊന്നിങ്ങനെ റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഞാനിങ്ങനെ ആദ്യം ആ ബ്ലൂവിൻ്റെ 3 വേരിയേഷൻസ് കളേഴ്സാണ് കേട്ടോ ആദ്യം വെക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ആ ഒരു പിങ്കിൻ്റെത് ചെയ്യുന്നുണ്ട്. പിന്നെ ആ ഒരു ഗ്രീന് പിന്നെ ഒന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ലൈറ്റ് ഷെയ്ഡായിട്ടൊക്കെ ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഈസ്റ്റർ എഗ് എന്ന് പറയുമ്പോൾ ഭയങ്കര റേറ്റ് ഉള്ളൊരു സംഭവമാണ്. വാങ്ങിക്കാനൊക്കെ ആയിട്ട് ഓൺലൈനിലൊക്കെ ഒരുപാടുണ്ട് നല്ല ഡിസൈനൊക്കെ ഉള്ളതൊക്കെ. പക്ഷേ ഇതിപ്പോൾ ചുരുങ്ങിയ ചിലവിൽ നമുക്കിപ്പോൾ പ്രത്യേകിച്ച് ഒരു ചിലവില്ല. ഇതിൻ്റെ പെയിൻറ്റിൻ്റെ ചിലവ് മാത്രമേ ഉള്ളൂ. നമ്മൾ വേസ്റ്റ് ആയി കളയുന്ന എക്സെൽ തന്നെ എടുത്തിട്ട് എക്സെല്ലുകൊണ്ട് തന്നെയാണ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ എക്സെൽ കൊണ്ട് നമ്മൾ ബോട്ടിൽ ആർട്ട് ചെയ്യാറുണ്ട്, വാൾ ഡെക്കർ ചെയ്യാറുണ്ട്. ഞാൻ ഒരുപാട് ബോട്ടിൽസൊക്കെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു എക്സെല്ലിൽ ഒന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് വെച്ച് ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. നല്ല ഈസിയാണ് ചെയ്തെടുക്കാനായിട്ട്, നല്ലൊരു ക്യൂട്ടായിട്ട് ഇരിക്കുന്നുണ്ട്. നമുക്ക് നല്ല ടേബിളിലൊക്കെ ഇങ്ങനെ അത് നല്ലൊരു ബൗളിലൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത് ഒരു ആ ബ്ലൂ കളർ നമ്മൾ ബേസ് കോട്ട് അടിച്ചിട്ടുണ്ടായിരുന്നില്ല, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത്. പിന്നെ ആ ഒരു പേൾ പിങ്ക് ചെയ്തിട്ടുള്ളത് നല്ലൊരു ഭംഗിയുണ്ട്, നല്ലൊരു ക്യൂട്ടായിട്ടുള്ള കളേഴ്സ് തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈസ്റ്റർ സ്പെഷ്യൽ ആയിട്ടുള്ള ഈസ്റ്റർ എഗിൻ്റെ ക്രാഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എപ്പോഴും പറയാറുള്ള പോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.
ഇനി നമുക്ക് ഹായ് പറയുള്ളത് ആർക്കൊക്കെയാ നോക്കാം. ശ്വേത, ശ്രേയ, ശരവ്, ഇഷ, മീര, നൂഫ, ഷെരീഫ്, അമ്മുക്കുട്ടി എല്ലാവർക്കും ഒരു ബിഗ് ഹായ് തന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോസൊക്കെ കണ്ടിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പിക്ചേഴ്സൊക്കെ ഒന്ന് അയച്ചു തരുന്നത് ഇൻസ്റ്റാഗ്രാമിലേക്കും ഫേസ്ബുക്കിലേക്കുമാണ്. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് കേട്ടോ ഞാനിവിടെ തന്നിട്ടുള്ളത്. പിക്ക് കഴിക്കാൻ വരുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോസ് കാണുന്നുണ്ട്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. നമ്മളെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് വെനസ്ഡേ, ഫ്രൈഡേ, സൺഡേ 4:30 PM അപ്പോൾ ഒന്നും കൂടെ പറയാണ്, വീഡിയോസൊക്കെ കണ്ടിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കണം കേട്ടോ. മാക്സിമം ഒന്ന് ഷെയർ ചെയ്തിട്ടും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.